ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ലേൺ വിത്ത് SRG. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ 2025 SSC GD എക്സാമാണ് നമുക്ക് നാളെ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കഴിഞ്ഞ GD എക്സാമിനും അതുപോലെ SSC എക്സാമിനും ചോദിച്ചിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രധാനപ്പെട്ട കുറച്ച് ആർട്ടിക്കിൾസുമായിട്ടാണ് ഞാൻ വരുന്നത്. സോ നിങ്ങൾ നാളെ എക്സാമിന് അല്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ എക്സാമിന് പോകുന്നവർ ഉറപ്പായും ഈ പറയുന്ന ആർട്ടിക്കിൾസും ഞാൻ പറയുന്ന ആർട്ടിക്കിൾസും എന്ത് ചെയ്യുക, എക്സാമിന് നോക്കിയിട്ട് പോവുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും കിട്ടുന്ന ഒരു ഭാഗമാണ് ആർട്ടിക്കിൾസ് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതും കുറേ ക്വസ്റ്റ്യൻ, ഒരു 90% ചോദ്യങ്ങളും PYQ ആണ് ചോദിക്കാറുള്ളത്. ഒരു 10% മാത്രമാണ് മറ്റു ചില ആർട്ടിക്കിൾസ് ചോദിക്കുന്നത്. ബാക്കി 90% എന്താണ്, പ്രീവിയസ് ഇയർ തന്നെയാണ്. നമ്മൾ ഓൾറെഡി പൊളിറ്റിയുടെ ഒരു PYQ സെഷൻ ചെയ്തതാണ്. അപ്പോൾ അതിൽ വന്ന് കുറച്ച് ആർട്ടിക്കിൾസ് ഒക്കെ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. അപ്പം അന്ന് ഒരുപാട് ഇതിനകത്ത് പറയുന്നതാണ് ആർട്ടിക്കിൾസിൻ്റെ മാത്രം ഒരു സെഷൻ ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ആർട്ടിക്കിൾസിൻ്റെ മാത്രം എന്താണ് PYQ എടുത്തിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് ഇന്ന് സെഷനിലേക്ക് കടക്കാം. ഏതൊക്കെയാണ് ആ ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ചോദ്യം ഇതാണ്: ആസ് പെർ which article of Indian Constitution the Lok Sabha is the lower house of the parliament? നമ്മൾ ഈ ക്വസ്റ്റ്യൻ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ, നമ്മുടെ ലോക്സഭയുടെ ആർട്ടിക്കിൾ എത്രയാന്നുള്ളത്. ഇപ്പൊ നമുക്കറിയാം ആർട്ടിക്കിൾ 79, 80, 81 ഈ 3 ആർട്ടിക്കിൾ നമുക്ക് ഒരു രീതിയിൽ പഠിക്കാം അല്ലേ. കാരണം എന്താ, നമ്മുടെ ഈ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ലോക്സഭ പ്ലസ് രാജ്യസഭ പ്ലസ് ഇന്ത്യൻ പ്രസിഡന്റ്, ഇതാണ് പാർലമെന്റ് അല്ലേ. സോ നമ്മുടെ പാർലമെന്റിന്റെ ആർട്ടിക്കിളാണ് 79. പാർലമെന്റിൽ ആരൊക്കെ വരും? ലോക്സഭയും വരും, രാജ്യസഭയും വരും. സോ ആർട്ടിക്കിൾ 80 എന്ന് പറയുന്നത് എന്താണ്? രാജ്യസഭ. ആർട്ടിക്കിൾ 80 ആണ് രാജ്യസഭ, 81 ലോകസഭ. 81 ഏതാണ്? ലോകസഭ കേട്ടാ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 79, 80 നമ്മുടെ ഓപ്ഷനിൽ 79, 80 ഉണ്ട്. 79 എന്താണ്? പാർലമെന്റ്. 80 എന്താണ്? രാജ്യസഭ. 81 എന്താണ്? ലോക്സഭ കേട്ടാ. സോ നമ്മുടെ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ലോക്സഭ, രാജ്യസഭ പ്ലസ് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് പാർലമെന്റ്. അതിൽ പാർലമെന്റിന്റെ ആർട്ടിക്കിൾ എത്രയും ചോദിച്ചാൽ 79, രാജ്യസഭയുടെ ആർട്ടിക്കിൾ ചോദിച്ചാൽ ഏതാണ്? 80. അതുപോലെ ലോക്സഭയുടെ ചോദിച്ചാൽ ലോക്സഭയുടെ എന്താണ്? ലോക്സഭയുടെ ആർട്ടിക്കിൾ 81 അല്ലേ. ആർട്ടിക്കിൾ 81 ഏതാണ് നമ്മുടെ ലോക്സഭ. ആൻസർ ഏതാണ്? ആൻസർ ആർട്ടിക്കിൾ 81 ഓപ്ഷൻ ഡി അല്ലേ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ. അതുപോലെ ആർട്ടിക്കിൾ 83 എന്താ അറിയാമോ? 83 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്യൂറേഷൻ ഓഫ് ഹൗസസ് ഓഫ് പാർലമെന്റ്, നമ്മുടെ പാർലമെന്റിലെ ഹൗസസിന്റെ ഡ്യൂറേഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ്. എത്രയാണ്? ആർട്ടിക്കിൾ 83 കേട്ടോ. പാർലമെന്റിലെ എന്താണ് നമ്മുടെ ഹൗസസിന്റെ എന്താണ് ഡ്യൂറേഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ആണ് എത്ര? ആർട്ടിക്കിൾ 83 എന്ന് പറയുന്നത്. സോ ഇതൊരു സ്ഥിരമായി ചോദിക്കുന്ന ഒരു സെഷനാണ് ഈ ലോക്സഭ, രാജ്യസഭ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനമാണ് ആർട്ടിക്കിൾസ് കൃത്യമായി പഠിക്കുക. 79, 80, 81. സോ നമുക്ക് ഈ ആൻസർ ഏതാണ്? 81 കേട്ടോ. പാർലമെന്റ്, രാജ്യസഭ, ലോക്സഭ കേട്ടോ. പാർലമെന്റ്, രാജ്യസഭ, ലോക്സഭ. പാർലമെന്റ് 79, രാജ്യസഭ 80, 81 ലോക്സഭ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം: വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മെൻഷൻ ഓത്ത് ഓർ അഫർമേഷൻ ബൈ ദി ഗവർണർ? ഓത്ത്, ഗവർണറുടെ ഓത്ത്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഇതുപോലെ പ്രസിഡന്റിന്റെ ഓത്തൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. സോ നമ്മൾ പ്രസിഡന്റ് ഉള്ളപ്പോഴുള്ള അതേ ആർട്ടിക്കിൾസ് ആർക്കും വരും? ഗവർണറും വരും അല്ലേ. സോ ഗവർണറുടെ ഓത്തിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ എന്താണ്? ഓക്കെ, ആക്ച്വലി നമ്മുടെ ഗവർണറുടെ ആർട്ടിക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നാ? ആർട്ടിക്കിൾ 153 നമുക്ക് സ്റ്റാർട്ട് ചെയ്യും അല്ലേ. നമ്മുടെ ഓഫീസ്, ഗവർണറുടെ ഓഫീസിന്റെ പ്രൊവിഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ആണല്ലേ ഓഫീസ് ഓഫ് ദി ഗവർണർ അല്ലെ. ഗവർണറുടെ ഓഫീസിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ആണ് ഇതെന്ന് പറയുന്നത് 153 പറയുന്നത്. സോ നമുക്ക് 154, 155, 156, 154, 55, 56, ദെൻ 157, 158, 159 ഇത്രയും ആർട്ടിക്കിൾ നമുക്ക് ഒരു ഐഡിയയിൽ പഠിക്കാം. എന്താണ് ആ കോഡെന്ന് വെച്ചാൽ ഇങ്ങനെ പഠിക്കുക: ഗവർണർ ഈറ്റ്
ഗവർണർ ഈറ്റ്, ഗവർണർ ഈറ്റ് ക്വാളിറ്റി കണ്ടീഷൻ ഓട്സ്. ഇതാണ് നമ്മുടെ ഒരു കോഡ്. ഓക്കെ, നമ്മളൊരു കോഡ് കണ്ടല്ലോ. ഈ കോഡ് അങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി, നമുക്ക് ഈ ആർട്ടിക്കിൾ സെറ്റ് ആണ് കേട്ടാ. കോഡ് എന്താണ്? ഗവർണർ ഈറ്റ് ക്വാളിറ്റി കണ്ടീഷൻ ഓട്സ്. നമ്മുടെ ഗവർണർ നല്ല ക്വാളിറ്റി കണ്ടീഷനിലുള്ള എന്താണ് ഒരു ഓട്സ് കഴിച്ചു എന്നാണ്. സോ നമുക്ക് നമ്മുടെ ഇങ്ങനെയാണ് എഴുതേണ്ടത്, ഗവർണർ ഈറ്റ് ക്വാളിറ്റി കണ്ടീഷൻ ഓട്സ്. നമുക്ക് എന്തൊക്കെയാ നോക്കിയാലടാ. ആദ്യം നമുക്ക് ഈ ഈറ്റ് ആണ് നമ്മുടെ സാധനം. ഈറ്റ് എന്താണെന്നറിയാമോ? ഈറ്റ് ഇ ഫോർ എന്താണെന്ന് വെച്ചാൽ എക്സിക്യൂട്ടീവ് പവർ ഓഫ് ഗവർണർ. ആർട്ടിക്കിൾ 154 പറയുന്നത് ഗവർണറുടെ എന്താണ് എക്സിക്യൂട്ടീവ് പവർ. ഇ ഫോർ എക്സിക്യൂട്ടീവ് പവർ ഓഫ് ഗവർണർ 154. അടുത്ത 155 എന്താണ്? എ ഫോർ അപ്പോയിൻമെന്റ് ഓഫ് ഗവർണർ കേട്ടാ. നമ്മുടെ ഇ ഫോർ എക്സിക്യൂട്ടീവ്, എ ഫോർ അപ്പോയിൻമെന്റ്. ഇനി ടി 156 ടി ടേംസ് ഓഫ് ദി ഓഫീസ്. ഗവർണറുടെ ഓഫീസിന്റെ ടേംസിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 156. സോ ഈറ്റ് സെറ്റായി. ഇ ഫോർ എക്സിക്യൂട്ടീവ്, എ ഫോർ അപ്പോയിൻമെന്റ്, ടി ഫോർ ടേംസ്. ഇനി ആർട്ടിക്കിൾ 157 ക്വാളിറ്റി. ഈ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഓർത്തത് ക്വാളിഫിക്കേഷൻ. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ക്വാളിഫിക്കേഷൻ, ഗവർണറുടെ ക്വാളിഫിക്കേഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 157. ഇനി കണ്ടീഷൻ എസ് അല്ലെ, ക്വാളിറ്റി കണ്ടീഷൻ എസ് 58 അത് തന്നെയാണ്. 58 ഗവർണറുടെ കണ്ടീഷൻ, ഓഫീസ് കണ്ടീഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ കണ്ടീഷൻ 158. ഇനി 159 ഓട്സ് നമ്മുടെ ഓത്താണ് കേട്ടാ. ഓത്ത് അതാണ് ഓട്സ് എന്ന് ഇട്ടത് കേട്ടാ. ഓത്തിനെ നമ്മൾ ഓട്സ് എന്നൊക്കെ സെറ്റ് ചെയ്ത കേട്ടാ. സോ 159 ഓത്ത്. ആൻസർ ഏതാ? ഓപ്ഷൻ ബി 159 സെറ്റാണ്. ഇത് അങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. എങ്ങനെ? ഗവർണർ ഈറ്റ് ക്വാളിറ്റി കണ്ടീഷൻ ഓട്സ്. ഗവർണർ ഈറ്റ് ക്വാളിറ്റി കണ്ടീഷൻ ഓട്സ്. സോ ഈറ്റ് എന്തൊക്കെയാ? EAT എന്തൊക്കെയാ? ഇ ഫോർ എക്സിക്യൂട്ടീവ്, എ ഫോർ അപ്പോയിൻമെന്റ്, ടി ഫോർ ടേംസ്. അപ്പൊ 154, 154, 55, 56 നമുക്ക് അവിടെ നിന്നാണ് 54, 55, 56 സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അടുത്ത് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ എന്താ? ക്വാളിഫിക്കേഷൻ 157. അടുത്ത കണ്ടീഷൻ യെസ് അതെങ്ങനെയാണ്? ക്വാളിറ്റി കണ്ടീഷൻ 58. ഓട്സ് എന്ന് പറഞ്ഞാൽ ഓത്ത്. സോ ആൻസർ ഏതാണ്? 159 ആർട്ടിക്കിൾ ഗവർണറുടെ ഓത്തിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 159. സോ ഈ കോഡ് അതേപോലെ അങ്ങ് ചെയ്ത് പഠിച്ചു വെച്ചോട്ടെ. ഉറപ്പായിട്ടും ഗവർണറുടെ എന്ത് കിട്ടും? നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടും. കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, നല്ലൊരു ചോദ്യം കേട്ടോ. നല്ലൊരു ചോദ്യമാണ്, പഠിച്ചു വയ്ക്കുക കേട്ടോ. ഓക്കെ, ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ 153 എന്താ? ഗവർണറുടെ ഓഫീസ് എന്നല്ലേ പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഓഫീസിലിരുന്ന് ഗവർണർ എന്ത് കഴിച്ചു? ഈറ്റ് ക്വാളിറ്റി കണ്ടീഷൻ ഓട്സ്. അപ്പൊ അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് 151 കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ? ഗവർണറുടെ ഓഫീസിലിരുന്ന് ഗവർണർ അല്ലെ ഓഫീസ്. അപ്പം 151 സ്റ്റാർട്ട് ചെയ്യാം. ഓഫീസ്, ഗവർണറുടെ ഓഫീസ്, അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു കോഡ് അങ്ങനെ പഠിച്ചു വയ്ക്കുക. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം പോയാലോ? അടുത്ത ചോദ്യം, which of the following articles of Indian Constitution mentions special address by the governor to the state legislature? വീണ്ടും നമ്മുടെ ഗവർണറിൽ തന്നെ ചോദിച്ചൊരു ചോദ്യമാണല്ലേ. നമ്മുടെ ഏത് ആർട്ടിക്കിളാണ് ഗവർണറുടെ സ്പെഷ്യൽ അഡ്രസ്, നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ ഗവർണർ സ്പെഷ്യൽ അഡ്രസ് ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? അത് ആർട്ടിക്കിൾ 176 ആർട്ടിക്കിളാണ് കേട്ടോ. ആർട്ടിക്കിൾ എത്രയാണ്? അതങ്ങനെ പഠിച്ചു വയ്ക്കുക കേട്ടോ. എത്രയാണ്? 176. ആർട്ടിക്കിൾ 176 ആണ് ഗവർണർ എന്താണ് നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ എന്ത് ചെയ്യുന്നത്? അഡ്രസ് ചെയ്യുന്ന കേട്ടോ. അഡ്രസ് ചെയ്യുന്ന ആർട്ടിക്കിൾ എത്രയെന്ന് ചോദിച്ചാൽ എത്രയാണ്? 176 ആർട്ടിക്കിളാണ്. അതങ്ങനെ പഠിച്ചു വെച്ചാൽ നമ്മളിപ്പം ഒരുപാട് നമ്മൾ ആർട്ടിക്കിൾ പഠിക്കുമ്പോൾ ഇപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം കുറേ നമ്പറുണ്ട്. നമ്മൾ ഏറ്റവും പ്രധാനം നമ്മൾ പറയുമ്പോൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ആർട്ടിക്കിളും നമുക്ക് കോഡിൽ പഠിക്കാൻ പറ്റില്ല. നമ്മൾ മാക്സിമം പറ്റുന്ന അത്ര എന്ത് ചെയ്യുക? ഒരു കോഡിൽ പഠിച്ചു വെക്കുക. ദെൻ കുറേയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കാണാതെ പഠിച്ചു വെക്കണം. സോ അങ്ങനെ നമുക്ക് പഠിച്ചു വെക്കേണ്ട ഒരു ആർട്ടിക്കിളാണ് 176 എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ. എന്താണ് അത് പറയുന്നതെന്ന് വെച്ചാൽ എന്താണ്?
സ്പെഷ്യൽ അഡ്രസ് ബൈ ദി ഗവർണർ ടു ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അല്ലെ, സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് ഗവർണർ സ്പെഷ്യൽ ഒരു പ്രത്യേക അഡ്രസ് ചെയ്യുന്ന ആർട്ടിക്കിളിനെ പറ്റി പറയുന്നതാണ് ഇത് ആർട്ടിക്കിൾ 176 എന്ന് പറയുന്ന ആർട്ടിക്കിൾ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം ഇതാണ്. Which of the following article of Indian Constitution mentions സുപ്രീം കോർട്ട് ആസ് എ കോർട്ട് ഓഫ് റെക്കോർഡ്? ഓക്കെ, സുപ്രീം കോർട്ടിൽ നമുക്ക് ചോദിച്ച ഒരു ചോദ്യമാണല്ലേ. സോ സുപ്രീം കോടതിയിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ സുപ്രീം കോടതിയുടെ ആർട്ടിക്കിൾ എത്രയാണ്? അത് എത്രടാ? ആർട്ടിക്കിൾ 124 അല്ലെ. സുപ്രീം കോടതിയുടെ ആർട്ടിക്കിൾ എത്രയാണ്? 124. അപ്പൊ അതുപോലെ ഹൈക്കോടതിയുടെ ആർട്ടിക്കിൾ ചോദിക്കും, നേരെ ഈ നമ്പർ അങ്ങ് തിരിച്ചിട്ടു 214. ഇപ്പൊ അങ്ങ് പഠിച്ചോ കേട്ടാ. സുപ്രീം കോടതിയുടെ ആർട്ടിക്കിൾ എത്രയാണ്? 124. അപ്പൊ അതുപോലെ ഹൈക്കോടതിയുടെ ആർട്ടിക്കിൾ എത്രയും ചോദിച്ചാൽ എത്രയാണ്? 214. 214 ഹൈക്കോടതിയുടെ ആർട്ടിക്കിൾ. ഇതുപോലെ തിരിച്ചിട്ടുള്ള വേറൊരു ആർട്ടിക്കിൾ ഉണ്ട്, നമ്മുടെ പ്രസിഡന്റിന്റെ ഓർഡിനൻസ് 123 അല്ലേ. നമ്മുടെ ഓർഡിനൻസ് ഉണ്ടല്ലോ, ഓർഡിനൻസ്, അതിൽ പ്രസിഡന്റ് ഓർഡിനൻസ് എന്താണ്? ആർട്ടിക്കിൾ 123. ഇതുപോലെ ഗവർണറിന് എന്ത് ചെയ്യാൻ പറ്റും? ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ പറ്റും, അത് 213. തിരിച്ചിട്ടാൽ മതി, പ്രസിഡന്റ് ഓർഡിനൻസ്, ഗവർണർ ഓർഡിനൻസ്. കണ്ട. സോ നമുക്ക് ചില ആർട്ടിക്കിളൊക്കെ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. കണ്ട. സോ സുപ്രീം കോടതി ചോദിച്ചാൽ 124, ഹൈക്കോടതി ചോദിച്ചാൽ 214. പ്രസിഡന്റ് ഓർഡിനൻസ് ആണ് 123, ഗവർണർ ഓർഡിനൻസ് ആണ് 213. കണ്ട, തിരിച്ചാൽ കിട്ടാൽ മതി. അപ്പൊ ഇതിലെന്തായാലും ഓപ്ഷൻ ബി അല്ല, അതുപോലെ എയും അല്ല അല്ലേ. 123 ആർട്ടിക്കിൾ എന്താ? പ്രസിഡന്റ് ഓർഡിനൻസ് ആണ് അല്ലേ. സോ അതുമല്ല. ഇനിയുള്ളത് 127, 129. ആർട്ടിക്കിള് 127 ആർട്ടിക്കിൾ പറയുന്നത് നമ്മുടെ അപ്പോയിന്റ്മെന്റ് ഓഫ് അഡ് ഹോക് ജഡ്ജസ്. സുപ്രീം കോടതിയിലെ അഡ് ഹോക് ജഡ്ജസിന്റെ എന്താണ് അപ്പോയിന്റ്മെന്റ്സിനെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് 127 എന്ന് പറഞ്ഞത്. 127 എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ 126 അങ്ങനെ പഠിച്ചു വെച്ചോട്ടോ. 126 അപ്പോയിന്റ്മെന്റ് ആണ്. അപ്പോയിന്റ്മെന്റ് ഓഫ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ്. 126 കേട്ടോ. സോ രണ്ടും അപ്പോയിന്റ്മെന്റ് ആണ്. 126, 127. 126 ചോദിച്ചാൽ എന്താണ്? സുപ്രീം കോടതിയുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിന് എന്താണ് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന ആർട്ടിക്കിൾ ആണ് 126. 127 ചോദിച്ചാൽ എന്താണ്? അഡ്ഹോക് ഓഫ് അപ്പോയിന്റ്മെന്റ് ഓഫ് അഡ്ഹോക് സുപ്രീം കോടതി ജഡ്ജസ്, അതിനെ പറ്റിയാണ് ആർട്ടിക്കിൾ 127. സോ ആർട്ടിക്കിൾ 129 എന്താണ്? കോർട്ട് ഓഫ് റെക്കോർഡ്. സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ പറയുന്ന ഏതാണ്? ആർട്ടിക്കിൾ 129. ഒരുപാട് തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടാ. 129 എന്താണ് കേട്ടാ? കോർട്ട് ഓഫ് റെക്കോർഡ് ആർട്ടിക്കിൾ 129. ആർട്ടിക്കിൾ 129 പറഞ്ഞ എന്താണ്? കോർട്ട് ഓഫ് റെക്കോർഡാണ്. ഓക്കെ, ഞാനൊരു ഇനിയിപ്പോൾ ഇത് പെട്ടെന്ന് എക്സാമിന് വേണ്ടി ചെയ്തുകൊണ്ടാണ്, ഇതിലൊന്നും കുറേ അടുത്തൊന്നും എനിക്ക് ട്രിക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി വരുന്ന ഒരു സെഷനിൽ നമുക്ക് മാക്സിമം ഞാൻ നോക്കട്ടെ, ഈ ഒരു ഭാഗത്തൊക്കെ കുറച്ച് കോഡ് ഇതുപോലെ നമ്മൾ നേരത്തെ പോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇത് പെട്ടെന്ന് ഇപ്പം GD എക്സാമിന് വേണ്ടി പെട്ടെന്ന് ഞാൻ ക്വസ്റ്റ്യൻ എടുത്ത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തൊരു സെറ്റാണ്. അപ്പോൾ ഇത് ഞാൻ വരുന്ന ദിവസങ്ങളിൽ കുറച്ച് ട്രിക്ക് നോക്കട്ടെ. നമുക്ക് മാക്സിമം ഇന്ത്യൻ പൊളിറ്റിയിൽ ആർട്ടിക്കിൾസ് നേരത്തെ നമ്മൾ ഗവർണറിന്റെ പഠിച്ച പോലെ തന്നെ ഈ സുപ്രീം കോടതിയൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ഓർത്ത് വയ്ക്കാനുള്ള കോഡൊക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ തൽക്കാലം ഈ വരുന്ന GD എക്സാമിന് വേണ്ടി ഇതെന്ത് ചെയ്യുക, ഇതൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോകുക. ഇത് സെയിം ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇതേ പാടി നിങ്ങൾക്ക് എന്ത് ചെയ്യും കിട്ടും. ഓക്കെ, സോ ആർട്ടിക്കിൾ 129 പറയുന്നതാണ് സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 129 കേട്ടാ. സോ സുപ്രീം കോടതിയെ പറ്റി പറഞ്ഞ ആർട്ടിക്കിൾ 124, ഹൈക്കോടതി 214. അതുപോലെ 123 എന്ന് പറഞ്ഞാൽ എന്താ? പ്രസിഡന്റിന്റെ ഓർഡിനൻസ്. 213 എന്ന് പറഞ്ഞാൽ ഗവർണറുടെ ഓർഡിനൻസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനോട്ട് പോയാലോ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മെൻഷൻ അബൌട്ട് ഓഫീസ് ഓഫ് ദി സ്പീക്കർ ഓഫ് ദി ഹൗസ് ഓഫ് ദി പാർലമെന്റ്? നമ്മുടെ സ്പീക്കറുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. അപ്പൊ സ്പീക്കർ നമുക്കറിയാം, നമ്മുടെ ലോക്സഭ, രാജ്യസഭ അല്ലേ. നമ്മുടെ രാജ്യസഭയുടെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ ആരാ? ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആണ് അല്ലെ. ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ആണ് രാജ്യസഭ. നമ്മുടെ ലോകസഭയുടെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ സ്പീക്കറാണ് അല്ലേ. ആരാണ്? നമ്മുടെ സ്പീക്കറാണ്. അത് സ്പീക്കറിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ആർട്ടിക്കിൾ 93 പ്രകാരം കേട്ടോ. ആർട്ടിക്കിൾ എത്രടാ? 93. ആർട്ടിക്കിൾ 93 എന്തിനെ പറ്റി പറയുന്നത്? സ്പീക്കറിന്റെ ആർട്ടിക്കിളിനെ പറ്റി പറയുന്നത് കേട്ടോ. സ്പീക്കറിന്റെ ആർട്ടിക്കിളിനെ പറ്റി പറയുന്നത് ഏതാടാ? ആർട്ടിക്കിൾ 93. സ്പീക്കർ മാത്രമല്ല,
ഡെപ്യൂട്ടി സ്പീക്കറും കേട്ടോ, സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ദി ഹൗസ് ഓഫ് ദി കേട്ടോ പാർലമെന്റ് കേട്ടോ, അതായത് ലോക്സഭ കേട്ടോ. സ്പീക്കറിന്റെയും നമ്മുടെ ആര് ഡെപ്യൂട്ടി സ്പീക്കറിന്റെയും എന്താണ് പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് എത്ര? ആർട്ടിക്കിൾ 93 എന്ന് പറയുന്ന ആർട്ടിക്കിൾ. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ ലോക്സഭ ആദ്യമായി കൂടിയ വർഷം എന്നറിയോ? ഫസ്റ്റ് ലോക്സഭ കൂടിയ വർഷം അത് 1952-ലാണ്. 1952-ലാണ് ആദ്യത്തെ ലോകസഭ കൂടിയത്. ആരെന്നറിയോ ആദ്യത്തെ ലോക്സഭ സ്പീക്കർ? ചോദിക്കും. ആദ്യത്തെ ലോക്സഭ സ്പീക്കർ ആര് കേട്ടോ? ദ ഫാദർ ഓഫ് ലോക്സഭ, ലോക്സഭയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ജി വി മൗലാങ്കർ. ആരാണ്? ജി വി മൗലാങ്കർ കേട്ടോ. ജി വി മൗലാങ്കർ ആണ് നമ്മുടെ ആദ്യത്തെ ലോക്സഭ സ്പീക്കർ. നമ്മുടെ ആദ്യത്തെ ലോക്സഭ സ്പീക്കർ ആരാണ്? മൗലാങ്കർ ആണ് കേട്ടോ. മൗലാങ്കർ ആണ് ആദ്യത്തെ എന്താണ് നമ്മുടെ ലോക്സഭ സ്പീക്കർ. അതായത് നമ്മൾ വിളിക്കുന്നത് ദാദാ സാഹിബ് എന്ന് വിളിക്കും. അതായത് നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ദാദാ സാഹിബ്. ഹു ഈസ് ദാദാ സാഹിബ് എന്ന് ചോദിച്ചാൽ ആരാണ്? ആദ്യത്തെ നമ്മുടെ സ്പീക്കറായ ആരാണ്? ജി വി മൗലങ്കർ ആണ് ആദ്യത്തെ നമ്മുടെ എന്താണ് ലോക്സഭ സ്പീക്കർ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ സ്പീക്കർ ആരാ? നമ്മുടെ നിലവിലെ ലോക്സഭ സ്പീക്കർ ഇപ്പോഴത്തെ അത് ഓം ബിർളയാണ് അല്ലേ. നമ്മുടെ ഓം ബിർളയാണ് നിലവിലെ എന്താണ് ലോക്സഭ സ്പീക്കർ. അത് കറണ്ട് അഫെയറിൽ ചോദിക്കും കേട്ടോ. നിലവിലെ ലോക്സഭ സ്പീക്കർ ആര്? നിലവിലെ ലോക്സഭ സ്പീക്കർ ആരാണ്? അത് ഓം ബിർളയാണ് നിലവിലെ ലോക്സഭ സ്പീക്കർ. കറണ്ട് അഫെയർ ചോദിക്കും കേട്ടോ. ലോക്സഭ സ്പീക്കർ ആര്? ഫസ്റ്റത്തത് ജി ബി മൗലങ്കർ. ഇപ്പോഴത്തെ ആരും ചോദിച്ചാൽ ഏതാണ്? ഓം ബിർളയാണ് നിലവിലെ ലോക്സഭ സ്പീക്കർ എന്ന് പറയുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ ആർട്ടിക്കിൾ 93 ആണ് അതിനെപ്പറ്റി പറയുന്നത് കേട്ടോ. ആർട്ടിക്കിളിനെ പറ്റി പറഞ്ഞ ആർട്ടിക്കിൾ ഏതാണ്? ലോക്സഭ സ്പീക്കറിനെ പറ്റി പറഞ്ഞ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 93. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർട്ടിക്കിൾ of Indian Constitution mention the power of the governor of grand pardon? നമ്മുടെ ഗവർണറുടെ പാർട്ടൺ. നമ്മളിതിനു മുമ്പ് പ്രസിഡന്റിന്റെ പാർട്ടൺ പഠിച്ചിട്ടുണ്ടല്ലേ. അത് എത്രയായിരുന്നു? പ്രസിഡന്റിന്റെ പാർട്ടൺ അറിയാമെങ്കിൽ നമുക്ക് ഗവർണറിന്റെ പാർട്ടൺ പഠിക്കാം. പ്രസിഡന്റിന്റെ പാർട്ടൺ ആർട്ടിക്കിൾ എത്ര? 72 അല്ലേ? പഠിക്കുക. പ്രസിഡന്റ് പാർട്ടന്റെ ആർട്ടിക്കിൾ അറിയാമെങ്കിൽ നമുക്ക് ഗവർണറിന്റെ പഠിക്കാം. എങ്ങനെയാണെന്നറിയോ? നിങ്ങൾ പ്രസിഡന്റ് പഠിക്കുക. പ്രസിഡന്റ് എത്രയാണ്? പ്രസിഡന്റ് 72. ആർട്ടിക്കിൾ 72 ആണ് പ്രസിഡന്റ് പാർട്ടൺ. ഗവർണറുടെ പാർട്ടൺ വേറെ ഒന്നുമില്ല. 2 ൽ നിന്ന് 1 കുറയ്ക്ക് എത്ര? 1. 7 ൽ നിന്ന് 1 കുറയ്ക്ക് എത്ര? 6. 161. ഓപ്ഷൻ ബി 161 കേട്ടോ. ഇതൊരു ട്രിക്കാണ്. നമുക്ക് പല സ്ഥലത്തും ഈ ട്രിക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ പ്രസിഡന്റ് ആർട്ടിക്കിൾ പാർട്ടന്റെ ആർട്ടിക്കിൾ 72. 2 ൽ നിന്ന് 1 വെച്ച് കുറയ്ക്കുക. സോ 1 6 100. നമുക്കറിയാം ഗവർണർ ആണ് ആർട്ടിക്കിൾ എവിടെ വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യണം? 153 ശേഷമാണല്ലോ ഗവർണറുടെ ആർട്ടിക്കിൾ ഒക്കെ പറഞ്ഞത്. സോ 161 എന്താണ് ഗവർണറുടെ എന്താണ് എന്തിനെ പറ്റി പാർട്ടനെ പറ്റി പറഞ്ഞ ആർട്ടിക്കിൾ. ഇതുപോലൊരു ആർട്ടിക്കിൾ ഉണ്ട്. എന്നറിയാമോ? 76. ഇതേ ഒരു ട്രിക്കാണ്. 76 എന്താണെന്നറിയോ ആർട്ടിക്കിൾ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ അറ്റോർണി ജനറൽ അല്ലേ. അറ്റോർണി ജനറലിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ എത്ര? 76. അതുപോലെ നമ്മുടെ അഡ്വക്കേറ്റ് ജനറൽ അല്ലേ, നമ്മുടെ സ്റ്റേറ്റ്. ഈ അഡ്വക്കേറ്റ് ജനറൽ ആരാ? അറ്റോർണി ജനറൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും ഹയസ്റ്റ് ലോ ഓഫീസറാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും ഹയസ്റ്റ് ലോ ഓഫീസറാണ് ആര്? അറ്റോർണി ജനറൽ. അതിന്റെ ആർട്ടിക്കിളാണ് 76. അതുപോലെ സ്റ്റേറ്റിലെ ഏറ്റവും ഹയസ്റ്റ് ലോ ഓഫീസറാണ് ആര്? അഡ്വക്കേറ്റ് ജനറൽ അല്ലേ. ആരാണ്? അഡ്വക്കേറ്റ്. അതിന്റെ ആർട്ടിക്കിൾ എത്രയും ചോദിക്കും. സെയിം ഇതാണ്. 6 ൽ നിന്ന് 1 കുറേ എത്ര? 5. 7 ൽ നിന്ന് 1 കുറേ 6. 165. സിമ്പിൾ സാധനം. ഈ ഒരു ട്രിക്ക് വെച്ചാൽ മതി കേട്ടോ. കണ്ടാ, നമ്മൾ അറ്റോർണി ജനറലിന്റെ ആർട്ടിക്കിൾ പഠിക്കുക. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? അഡ്വക്കേറ്റ് ജനറലിന്റെ ആർട്ടിക്കിൾ എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റും. അഡ്വക്കേറ്റ് ജനറൽ ആർട്ടിക്കിൾ എത്ര? അഡ്വക്കേറ്റ് ജനറൽ ആർട്ടിക്കിൾ 165. അറ്റോർണി ജനറൽ ആണെങ്കിലോ 76 കേട്ടോ. അറ്റോർണി ജനറൽ പഠിച്ചാൽ മതി. എന്നിട്ട് ഓരോ നമ്പർ വെച്ച് കുറച്ചാൽ മതി. 6 ൽ നിന്ന് 1 കുറച്ച് 5. 7 ൽ നിന്ന് 1 കുറച്ച് 6. 165 കേട്ടോ. സെയിം ഇതാണ് ഇവിടെ പാർട്ടനും. പ്രസിഡന്റ് പാർട്ടൺ 72. ഓരോന്ന് വെച്ച് കുറയ്ക്കുക. 1 6. 161 ആര്? ഗവർണറുടെ പാർട്ടൺ. സോ ആ ട്രിക്ക് അറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഉത്തരമായി ഓപ്ഷൻ ബി 161. സിമ്പിൾ. ഈ ട്രിക്ക് യൂസ് ചെയ്യുക. പലയിടത്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു രീതിക്ക് ചില ക്വസ്റ്റ്യൻസിന്റെ ആർട്ടിക്കിൾസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്ത സ്ലോട്ട് പോയാലോ. അടുത്ത ചോദ്യം. ആർട്ടിക്കിൾ 1 to 6 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മെൻഷൻ. ഇപ്പൊ ഇത് പറയുന്ന ഒരു ആർട്ടിക്കിൾ ആണല്ലേ 126 അല്ലേ. 126 എന്താണ്? നമ്മുടെ അപ്പോയിന്റ്മെന്റ് ഓഫ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അല്ലെ. സുപ്രീം കോടതി അല്ലടാ. 126 സുപ്രീം കോടതി അല്ലേ. അത്
നമ്മുടെ 126 ഏതാണ്? അപ്പോയിൻമെന്റ് ഓഫ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ്. 127 ഏത്? അപ്പോയിൻമെന്റ് ഓഫ് അഡ്വോക്ക് ജഡ്ജ്. 127 അല്ലേ? സോ 126 ആരാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. കോർട്ട് ഓഫ് റെക്കോർഡ് ഇതാ നടക്കുന്നത്, സെയിം ക്വസ്റ്റ്യൻ ഇതാ നടക്കുന്നത്. ഏത് ആർട്ടിക്കിളാ? കോർട്ട് ഓഫ് റെക്കോർഡ് പറയാ കോർട്ട് ഓഫ് റെക്കോർഡ് എത്രയാ? 129. മറക്കല്ലേട്ടാ, കോർട്ട് ഓഫ് റെക്കോർഡ് എപ്പോഴും ചോദിക്കും. ആർട്ടിക്കിൾ എത്രയാണ്? 129 കോർട്ട് ഓഫ് റെക്കോർഡ് കേട്ടാ. കൃത്യമായി പഠിച്ചു വയ്ക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുന്ന ചോദ്യമാണ് ഇത് ഈ പറഞ്ഞത്. അതുപോലെ സീറ്റ് ഓഫ് സുപ്രീം കോടതി കേട്ടാ, അത് ആർട്ടിക്കിൾ 130 പറയുന്നത് കേട്ടാ. 130 പറയുന്ന ആർട്ടിക്കിളാണ് സീറ്റ് ഓഫ് സുപ്രീം കോടതി. സുപ്രീം സീറ്റിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 130. ഓക്കെ, സോ കൃത്യമായി നമുക്ക് സുപ്രീം കോടതിയിൽ മിക്കവാറും ഒക്കെ എന്ത് ചോദിക്കാറുണ്ട്? ആർട്ടിക്കിൾസ് ചോദിക്കാറുണ്ട്. സോ ഈ കൃത്യമായി ഈ പറഞ്ഞ ആർട്ടിക്കിൾ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചിട്ട് പോകുക കേട്ടോ. സുപ്രീം കോടതിയെ പറ്റി പറഞ്ഞ ആർട്ടിക്കിൾ എത്ര? 124 അല്ലേ? 124 സ്റ്റാർട്ട് ചെയ്യണം സുപ്രീം കോടതി അല്ലേ? 124. അവിടെ നിന്ന് നമ്മൾ ഈ പറഞ്ഞ ആർട്ടിക്കിൾ എന്ത് ചെയ്യുക? കൃത്യമായും നോക്കി വെക്കുക. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ പോയാലോ? നമ്മൾ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റ്സ് ടു ദി അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ? ഇപ്പൊ ഒന്ന് പഠിപ്പിച്ചതല്ലോ. അറ്റോർണി ജനറലിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? അറ്റോർണി ജനറലിനെ പറ്റി പറഞ്ഞ ആർട്ടിക്കിൾ 76 അല്ലേ? ഓപ്ഷൻ ഡി. അപ്പൊ അഡ്വക്കേറ്റ് ജനറൽ ആണെങ്കിലോ? അഡ്വക്കേറ്റ് ജനറൽ ആണെങ്കിൽ 6 കുറയ്ക്കുക, 7 കുറയ്ക്കുക, 165 അല്ലേ? അഡ്വക്കേറ്റ് ജനറൽ, അറ്റോർണി ജനറൽ 76 അല്ലേ? ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറൽ ആരെന്നറിയോ? ചിലപ്പോൾ ചോദിക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറൽ ആരാണ്? അത് MC സെതൽവാഡ് ആണ് കേട്ടോ. MC സെതൽവാഡ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ എന്താണ്? അറ്റോർണി ജനറൽ കേട്ടോ. ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറൽ ആരാണ്? MC സെതൽവാഡ്. അപ്പൊ അതുപോലെ കറണ്ട് അഫയർ ചോദിക്കാം. ആരാ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ? നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരാണ്? അത് ആർ വെങ്കടരമണി. ആരാടാ? ആർ വെങ്കടരമണി. അത് കറണ്ട് അഫയർ ആണ്. കറണ്ട് അഫയർ ആയി തന്നെ എക്സാമിന് ചോദിക്കും. ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാണ്? ആർ വെങ്കടരമണിയാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. ആർട്ടിക്കിൾ 76 നമ്മുടെ 76 ആണ് ഇതിനെ പറ്റി പറയുന്നത്. ഇതിനെപ്പറ്റി അതുപോലെ ഈ ബാക്കി ആർട്ടിക്കിൾ ഉണ്ടാകുമ്പോൾ 108, 110, 112 നമുക്കൊരു ബേസിക് ഐഡിയയിൽ പഠിക്കാൻ പറ്റുന്ന സാധനമാണ്. ഈ 108 എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ 108 എന്ന് പറയുന്നത് നമ്മുടെ ജോയിന്റ് സിറ്റിങ്ങിനെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് അല്ലേ? നമ്മുടെ ജോയിന്റ് സിറ്റിംഗ് എന്ന് പറയാൻ നമുക്കറിയാലോ, നമ്മുടെ എന്താണ് ലോക്സഭയും രാജ്യസഭയും ഒക്കെ ഒരുമിച്ചിരിക്കുന്ന ഇതാണല്ലേ നമ്മുടെ ജോയിന്റ് സിറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ആശയം അല്ലേ? സോ നമ്മൾ ആ ഒരു ആശയം കടമെടുത്തത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഓസ്ട്രേലിയയിൽ നിന്നുമാണ് നമ്മൾ എന്ത് കടമെടുത്തത്? ഈ ജോയിന്റ് സിറ്റിംഗ് എന്ന് പറയുന്ന ആശയം നമ്മൾ എന്ത് ചെയ്യുന്നത്? കടമെടുക്കുന്നത് കേട്ടോ. അത് ആർട്ടിക്കിൾ 108 പറയുന്നത്. ജോയിന്റ് സിറ്റിംഗിൽ വിളിച്ചു കൂട്ടുന്ന നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ജോയിന്റ് സിറ്റിംഗ് എന്ത് ചെയ്യുന്നത്? വിളിച്ചു കൂട്ടുന്നത്. ആർട്ടിക്കിൾ 108 പറയുന്നത്. ഇനി 110 വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കാം. എല്ലാവരെയും കൂടെ പ്രസിഡന്റ് ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് കുറച്ച് ബില്ലെടുത്ത് പുള്ളി ഫ്രണ്ടിൽ ഇട്ടു. ആ ബില്ലാണ് മണി ബില്ലിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 110 കേട്ടാ. എന്തിനെ പറ്റി? മണി ബില്ലിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 110. അപ്പൊ ആ ബില്ലിൽ എന്തിനെ പറ്റിയാ പറയുന്നതെന്ന് അറിയാമോ? നമ്മുടെ ബഡ്ജറ്റിനെ പറ്റിയാണ് പറഞ്ഞത്. ബഡ്ജറ്റ് ആർട്ടിക്കിൾ 112 കേട്ടാ. 3 ആർട്ടിക്കിൾ നമുക്ക് പഠിക്കാൻ പറ്റി. 108, 110, 112. 108 എന്താ? ജോയിന്റ് സിറ്റിംഗ്. എല്ലാവരും കൂടെ ജോയിന്റ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടാ. അതാണ് ജോയിന്റ് സിറ്റിംഗ്. അതിന് കുറച്ച് ബില്ല് എടുത്തിട്ടു. ഏത് ബില്ല്? മണി ബില്ല്. അപ്പൊ 110. ദെൻ എന്തിനെ പറ്റിയുള്ള ബില്ല? ബഡ്ജറ്റിനെ പറ്റിയുള്ള ബില്ല്. അപ്പൊ എത്ര? 112. 108, 110, 112 ഓരോ ഓർഡറിൽ പഠിച്ചാൽ മതി. 108, 110, 112 3 ഒരേ രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാൻ പറ്റും. 108 പറഞ്ഞ എന്തിനെ പറ്റി? ജോയിന്റ് സിറ്റിംഗ്. 110 എന്ത്? ബില്ല്. ഏത് ബില്ല്? മണി ബില്ല്. എന്തിനെ പറ്റിയുള്ള ബില്ല്? ബഡ്ജറ്റിനെ പറ്റിയുള്ള ബില്ല് കേട്ടാ. ഓക്കെ, അപ്പൊ ജോയിന്റ് സിറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ആശയം എവിടെ നിന്നാണ് കടമെടുത്തത്? ഓസ്ട്രേലിയയിൽ നിന്നും കേട്ടാ. ഓസ്ട്രേലിയയിൽ നിന്നും കടമെടുത്ത ഒരു ആശയമാണ് ഏത്? ജോയിന്റ് സിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ ഈ ഒരു ആർട്ടിക്കിൾസ് ഇതിന്റെ കൂടെ തന്നെ പഠിച്ചു വെച്ചു കേട്ടാ. ജോയിന്റ് സിറ്റിംഗ്, അതുപോലെ മണി ബില്ലിന്റെ ആർട്ടിക്കിൾ, അതുപോലെ തന്നെ എന്താണ്? ബഡ്ജറ്റ് ഇപ്പൊ നമുക്ക് ഇപ്പൊ എടുത്തേ ഉള്ളല്ലേ. ബഡ്ജറ്റ് ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ. സോ നമുക്ക് ചിലപ്പോൾ ചോദിക്കാനും എന്താണ് ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം അണ്ടർ വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർട്ടിക്കിൾ ഹാസ് ദി റൈറ്റ് ടു പ്രോപ്പർട്ടി ഹാസ് ഷിഫ്റ്റഡ് ടു ലീഗൽ റൈറ്റ്? റൈറ്റ് ടു പ്രോപ്പർട്ടി ഏത് ആർട്ടിക്കിളിൽ നിന്നും ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത് അല്ലെ? റൈറ്റ് ടു പ്രോപ്പർട്ടി ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്?
സോ നമുക്കറിയാം റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്ന ആർട്ടിക്കിൾ നേരത്തെ നേരത്തെ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിൽ വന്നൊരു ആർട്ടിക്കിളാണ്. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിൽ ആർട്ടിക്കിൾ 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 എത്രടാ 19 ആർട്ടിക്കിൾ 19(1) എഫിൽ വന്നൊരു ആർട്ടിക്കിൾ ആയിരുന്നു അല്ലെ. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 31 ഇത് പറയുന്നുണ്ടായിരുന്നു അല്ലെ. ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു അല്ലെ. നേരത്തെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന സമയത്ത് നമ്മുടെ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. അത് ആർട്ടിക്കിൾ 19(1) എഫും അതുപോലെ തന്നെ ആർട്ടിക്കിൾ 31 പറഞ്ഞത്. അത് പിന്നെ നമ്മുടെ അമെൻമെന്റ്, ഏത് അമെൻമെന്റ്? 44th അമെൻമെന്റ് 1978. ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. റൈറ്റ് ടു പ്രോപ്പർട്ടി ഏത് അമെൻമെന്റിലാണ് എടുത്ത് മാറ്റിയെന്ന് ചോദിക്കും. 44 അമെൻമെന്റ് 1978. നമുക്കറിയാം 42 അമെൻമെന്റും 44 അമെൻമെന്റും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 42 നമുക്കറിയാം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് 42 അമെൻമെന്റ് 1976. 44 അമെൻമെന്റ് 1978 അല്ലേ, നമ്മുടെ മൊറാർജി ദേശായിയുടെ സമയത്തായിരുന്നു അല്ലേ. 78 44 അമെൻമെന്റ്. ഈ അമെൻമെന്റിലാണ് ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്നും റൈറ്റ് ടു പ്രോപ്പർട്ടി എടുത്ത് മാറ്റി ആർട്ടിക്കിൾ 300A ഒരു ലീഗൽ റൈറ്റ് ആയി മാറ്റിയത്. ഇപ്പൊ നിലവിൽ ഒരു ലീഗൽ റൈറ്റ് ആണ് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 300A ഇപ്പൊ ഇതിനെപ്പറ്റി പറയുന്നത് കേട്ടോ. നേരത്തെ ഈ പറഞ്ഞ ആർട്ടിക്കിളാണ്. ചിലപ്പോൾ അങ്ങനെയും ചോദിക്കും കേട്ടോ, നേരത്തെ ഏത് ആർട്ടിക്കിളാണ് പറഞ്ഞത്? നേരത്തെ 19(1) എഫിലും അതുപോലെ 31ാമത്തെ ആർട്ടിക്കിളും ആയിരുന്നു. ഫണ്ടമെന്റൽ റൈറ്റിലാണ് അല്ലെ. ഇതൊക്കെ ഇവിടെ പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഭാഗമാണല്ലോ. പക്ഷെ ഇപ്പോൾ ലീഗൽ റൈറ്റിലാണ് പറഞ്ഞത്. ആർട്ടിക്കിൾ 300A ആണ് റൈറ്റ് ടു പ്രോപ്പർട്ടി. അത് ഏത് അമെൻമെന്റ് കൂടി അങ്ങോട്ടേക്ക് മാറ്റിയെന്ന് ചോദിച്ചാൽ 44 അമെൻമെന്റ് 1978. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം, which of the following article of Indian Constitution mention there shall be a vice president of India? ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞ ആർട്ടിക്കിൾ. ഓക്കെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ നേരത്തെയും ചെയ്തിട്ടുള്ളതാണ്. ഇന്ത്യൻ പ്രസിഡന്റും ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾസ് ഒക്കെ അല്ലേ. സോ ഇതിലിപ്പം ആർട്ടിക്കിൾ 51 പറഞ്ഞ എന്തിനെ പറ്റിയാ? ആർട്ടിക്കിൾ 51 നമ്മുടെ വൈസ് പ്രസിഡന്റ് ഒന്നും അല്ലല്ലോ. 51 ഏതാണ്? നമ്മുടെ DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണല്ലേ. ഇത് ഇന്റർനാഷണൽ പീസ്, നമ്മുടെ ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റിയെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് 50. ഈ ആർട്ടിക്കിൾ ചോദിക്കേ കേട്ടോ. DPSPയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 51 കേട്ടോ. ഇന്റർനാഷണൽ പീസ്, ലോക സമാധാനവും സെക്യൂരിറ്റിയെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 51 പറയുന്ന ആർട്ടിക്കിൾ. സോ അതല്ല. ദെൻ 57 നമ്മുടെ പ്രസിഡന്റ് ആർട്ടിക്കിൾ അല്ലേ. 57 പ്രസിഡന്റ് എന്തായിരുന്നു? നമ്മുടെ പ്രസിഡന്റ് റീ എലക്ഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ആയിരുന്നു അല്ലേ. പ്രസിഡന്റ് എന്തായിരുന്നു? റീ എലക്ഷൻ. പ്രസിഡന്റ് റീ എലക്ഷനെ പറ്റി പറയുന്ന ഒരു ആർട്ടിക്കിൾ ആയിരുന്നു. ആർട്ടിക്കിൾ എത്ര? ആർട്ടിക്കിൾ 57 എന്ന് പറയുന്ന ആർട്ടിക്കിൾ അല്ലേ. ആർട്ടിക്കിൾ 57 പ്രസിഡന്റ് എന്തായിരുന്നു? റീ എലക്ഷൻ ആയിരുന്നു. പിന്നെ 61 ഏതായിരുന്നു? നമ്മൾ 61 പറയണത് പ്രസിഡന്റ് ഇംപീച്ച്മെന്റിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ആയിരുന്നു അല്ലേ. അതാണ് നമ്മുടെ ഇംപീച്ച്മെന്റ് അല്ലെ. പ്രസിഡന്റ് ഇംപീച്ച്മെന്റിന്റെ ആർട്ടിക്കിൾ ആയിരുന്നു ഏത്? 61. സോ 61 ആണോ? 61 അല്ല അല്ലേ. ദെൻ പിന്നെ പറഞ്ഞാൽ നമ്മുടെ എന്താണ്? നമ്മുടെ 63. സോ ആർട്ടിക്കിൾ 63 ആണ് എന്തിനെ പറ്റി പറയുന്നത്? വൈസ് പ്രസിഡന്റിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ അല്ലേ. കാരണം ബാക്കി ആർട്ടിക്കിളൊക്കെ നമുക്ക് പഠിച്ചിട്ടുള്ളതാണ്. പ്രസിഡന്റ് ആർട്ടിക്കിളാണ് 57, 61. കാരണം ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. സോ ആർട്ടിക്കിൾ 63 ആണ് ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ പറ്റി പറയുന്ന എന്താണ്? ആർട്ടിക്കിൾ അല്ലെ. ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ. ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആരായിരുന്നു? നമ്മുടെ എസ് രാധാകൃഷ്ണൻ ആണ് അല്ലേ. നമ്മുടെ എസ് രാധാകൃഷ്ണൻ ആയിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ്. ആരാ നിലവിൽ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ആരാടാ? അത് ആരാടാ? കറണ്ട് അഫെയർ ആണല്ലേ. ആര്? ജഗദീപ് ധങ്കർ അല്ലെ. ജഗദീപ് ധങ്കർ ആണ് നിലവിലെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ്. ഇപ്പോഴത്തെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ആരുടെ? ജഗദീപ് ധങ്കർ ആണ് നിലവിലെ വൈസ് പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റ് പറ്റി പറഞ്ഞ ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 63 63 ആണ് എന്തിനെ പറ്റി? വൈസ് പ്രസിഡന്റിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ. ഓക്കെ, കൃത്യമായി പഠിച്ചു വെക്കോ. ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ അതേപാടി എന്ത് ചെയ്യാൻ കിട്ടും? വൈസ് പ്രസിഡന്റ് 63. ഇതിനടുത്ത ക്വസ്റ്റ്യൻ പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം, which of the following article of Indian Constitution states that the Prime Minister should be appointed by the President? ഓക്കെ, നമ്മൾ പ്രസിഡന്റിനെ പറ്റിയുള്ള ആർട്ടിക്കിൾ പഠിച്ചു, വൈസ് പ്രസിഡന്റിനെ പറ്റിയുള്ള ആർട്ടിക്കിൾ പഠിച്ചു. അടുത്ത് പ്രൈം മിനിസ്റ്റർ, ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിന്റ്മെന്റ് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ഏത് ആർട്ടിക്കിൾ ആണ്
ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിൻമെന്റ് പറഞ്ഞ ആർട്ടിക്കിൾ 75 ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോ. അതങ്ങനെ പഠിച്ചു വെച്ചോ. വൈസ് പ്രസിഡന്റ് 63, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ 75. അത് അങ്ങനെ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക കേട്ടോ. അതേപടി തന്നെ അങ്ങ് പഠിച്ചു വെക്കുക, വേറെ ഒന്നുമില്ല. അങ്ങനെ തന്നെ നമുക്ക് എന്ത് ചോദിക്കും, എക്സാം പോയിന്റ് ഓഫ് വ്യൂ ക്വസ്റ്റ്യൻ വരും കേട്ടോ. അതിൽ പ്രസിഡന്റ് എത്രയാണ്? പ്രസിഡന്റ് ആണെങ്കിൽ 52 അല്ലേ. പ്രസിഡന്റ് ആണെങ്കിൽ 52, വൈസ് പ്രസിഡന്റ് ആണെങ്കിൽ 63, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ 75. അതേപടി എന്ത് ചെയ്യുക, അങ്ങ് പഠിച്ചു വെക്കുക കേട്ടോ. അതേപടി തന്നെ അങ്ങ് അടിച്ചു വെക്കുക കേട്ടോ. 52 ആര്? ഇന്ത്യൻ പ്രസിഡന്റ്. 63 വൈസ് പ്രസിഡന്റ്. 75 പറയുന്നത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിന്റെ ആർട്ടിക്കിൾ അപ്പോയിന്റ്മെന്റിനെ പറ്റി പറഞ്ഞ ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 75. മൂന്നും അങ്ങ് ഓർഡറിൽ പഠിച്ചു വെച്ചോ. 52, 63, 75. 52, 63, 75 കേട്ടാ. 50, 5, 6, 7 അല്ലേ. 3 ആർട്ടിക്കിൾ അങ്ങനെ ഓർത്താൽ മതി അല്ലേ. പ്രസിഡന്റ് ആണ് സ്റ്റാർട്ടിങ് 5, വൈസ് പ്രസിഡന്റ് 6, നമ്മുടെ പ്രൈം മിനിസ്റ്റർ 7. 5, 6, 7. 52, 63. പക്ഷേ 74 അല്ല, പ്രസിഡന്റ് 75 ആണ് കേട്ടോ. അതങ്ങനെ ഓർക്കണം കേട്ടാ. ഞാൻ അങ്ങനെ ഒരു ഓർഡർ പറയും. 2, 3, 4 അല്ല, 2, 3, 5 ആണ് കേട്ടാ. അപ്പൊ ആ ഒരു ഓർഡറിൽ പഠിച്ചാൽ മതി. അങ്ങനെ നമ്മൾ ഇങ്ങനെ കുറച്ച് ട്രിക്ക് ഇട്ടാൽ പിന്നെ കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എക്സാം ഹാളിൽ ഓർമ്മ വരും കേട്ടാ. 5, 6, 7 പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ. സോ 52, 63, 74 അല്ല, 75. സോ വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്ററെ പറ്റി പറഞ്ഞ ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 75. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയല്ലോ. അടുത്ത ചോദ്യം, വിച്ച് ആർട്ടിക്കിൾ ഡീൽസ് വിത്ത് ദി എലക്ഷൻ ഓഫ് പ്രസിഡന്റ്? പ്രസിഡന്റ് ഇലക്ഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? സോ പ്രസിഡന്റ് ഇലക്ഷനെ പറ്റി പറഞ്ഞ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 54 അല്ലെ. റീ എലക്ഷൻ ആയിരുന്നെങ്കിൽ 57 അല്ലെ. എലിജിബിലിറ്റി ഓഫ് റീ എലക്ഷൻ അല്ലെ. റീ എലക്ഷന്റെ എലിജിബിലിറ്റി പറഞ്ഞത് 57, പക്ഷേ ഇലക്ഷൻ പറഞ്ഞ എന്താണ്? ആർട്ടിക്കിൾ 54. അതുപോലെ ഈ പ്രസിഡന്റ് ഇലക്ഷനെ പറ്റി പറയുന്ന ആശയം ഏത് രാജ്യത്തും കടമെടുത്തതാ? കഴിഞ്ഞ ഒരു നമ്മൾ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ, അയർലൻഡ് ആണല്ലേ. അയർലൻഡിൽ നിന്നുമാണ് പ്രസിഡന്റ് ഇലക്ഷനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ ബോറോ ചെയ്തത് അല്ലേ. സോ ആർട്ടിക്കിൾ 54 പ്രസിഡന്റിന്റെ എന്തിനെ പറ്റി? ഇലക്ഷനെ പറ്റി. അതുപോലെ 72 എന്താ? പാർഡൺ അല്ലേ, പാർഡൺ. 61 ഇംപീച്ച്മെന്റ് അല്ലെ. ഇമ്പോർട്ടന്റ് ആണ് ഈ 72ഉം 61. അങ്ങനെ പഠിച്ചിരിക്കണം കേട്ടോ. നമ്മൾ 72 നമ്മുടെ ട്രിക്ക് അറിയാം. 72 പ്രസിഡന്റ് പാർഡൺ, 161 ഗവർണറുടെ പാർഡൺ. അത് ആ ട്രിക്കിൽ തന്നെ പഠിച്ചു വയ്ക്കുക. പിന്നെ 61 ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇംപീച്ച്മെന്റിനെ പറ്റി പറഞ്ഞ ആർട്ടിക്കിൾ ആണ് കേട്ടോ. 58 ക്വാളിഫിക്കേഷനാണ്. പ്രസിഡന്റ് ക്വാളിഫിക്കേഷൻ ആണ് ഇത് ആർട്ടിക്കിൾ 58. സോ ഇലക്ഷനെ പറ്റി പറഞ്ഞ ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 54. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, which of the following article Indian Constitution provides for president's rules in any state? നല്ലൊരു ചോദ്യം. പ്രസിഡന്റ് റൂൾ ഇൻ എനി സ്റ്റേറ്റ് അല്ലെ. നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ഭരിക്കുന്നത് അതേ സമയത്ത് എമർജൻസിയിലാണ് അല്ലേ. സോ സ്റ്റേറ്റ് എമർജൻസി ഏത് ആർട്ടിക്കിൾ ആണ്? സ്റ്റേറ്റ് എമർജൻസി. സോ നമുക്കറിയാം ഏതൊക്കെ എമർജൻസിയാണ് ഉള്ളത്? നാഷണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി, ഫിനാൻഷ്യൽ എമർജൻസി. ഇതല്ലേ 3 എമർജൻസി. 352 4 കൂട്ട്, 356 4 കൂട്ട്, 360. ഇത്രയേ ഉള്ളൂ. 352 നാഷണൽ എമർജൻസി, 356 സ്റ്റേറ്റ് എമർജൻസി, 360 ഫിനാൻഷ്യൽ എമർജൻസി കേട്ടോ. സോ ആൻസർ സ്റ്റേറ്റ് അല്ലേ, 356 ആർട്ടിക്കിൾ 300 ഓപ്ഷൻ സി അല്ലേ. ഓപ്ഷൻ സി ആണ് കേട്ടോ. സോ സിമ്പിൾ ചോദ്യമാണ് കാരണം എമർജൻസി 3 എമർജൻസി, നാഷണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി, ഫിനാൻഷ്യൽ എമർജൻസി. 352 + 4 356 + 4 360. 352 356 366. സോ ഇതിൽ ഫിനാൻഷ്യൽ എമർജൻസി ചോദിച്ചിരുന്നെങ്കിൽ ആർട്ടിക്കിൾ 360, നാഷണൽ എമർജൻസി ചോദിച്ചെങ്കിൽ 352. ചോദിച്ചത് എനി സ്റ്റേറ്റ്. അപ്പോൾ സ്റ്റേറ്റ് എമർജൻസി 356. സോ ആൻസർ ഏതാ? ഓപ്ഷൻ സി. നല്ല ചോദ്യമാണ്. ഈ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് എന്ത് ചെയ്യും, ഇനിയും കിട്ടാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തോട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം, which of the following article of Indian Constitution mentions about the organization of village panchayat? ഇത് നമ്മുടെ DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് ചോദിച്ച ഒരു ചോദ്യമാണല്ലേ. സോ ആർട്ടിക്കിൾ എത്രയാണ് വില്ലേജ് പഞ്ചായത്തിന്റെ ഫോർമേഷൻ? ഇത് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരുപാട് റിപ്പീറ്റ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി പഠിച്ചു വെക്കുക. ഇനിയും ചോദിക്കും. ആർട്ടിക്കിൾ 40. ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 40 ആണ് വില്ലേജ് പഞ്ചായത്തിന്റെ ഫോർമേഷനെ പറ്റി, ഓർഗനൈസേഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 40 ആണ്. ഓക്കെ, അതുപോലെ ആർട്ടിക്കിൾ 46 DPSPയിലെ ഒരു പ്രധാന ആർട്ടിക്കിൾ ആണ്. 46 പറഞ്ഞത് പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് SC and ST.
SC ST എന്തിനാണ് വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ എക്കണോമിക് ഇൻട്രസ്റ്റിന്റെ പ്രൊമോഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ഏത് ആർട്ടിക്കിൾ 46 എന്ന് പറയുന്നത് കേട്ടോ. SC ST മാത്രമല്ല അതർ വീക്കർ സെഷൻ കേട്ടോ, അതർ SC ST മാത്രമല്ല അതർ വീക്കർ സെഷൻ കൂടിയുണ്ട് കേട്ടോ. അതിന്റെ അവരുടെ വിദ്യാഭ്യാസത്തിന്റെയും എക്കണോമിക് ഇൻഡസ്ട്രിയെയും പറ്റിയുള്ള പ്രൊമോഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 46 പറയുന്നത്. 44 വളരെ ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിളാണ്, ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ആർട്ടിക്കിളാണ്, പഠിച്ചു വെക്കുക. 44 നമ്മുടെ യൂണിഫോം സിവിൽ കോഡ്, നമ്മുടെ യൂണിഫോം സിവിൽ കോഡിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ നല്ല ചോദിക്കാൻ ചാൻസ് ഉള്ള ആർട്ടിക്കിളാണ്. 44 കൃത്യമായി പഠിച്ചു വയ്ക്കുക. യൂണിഫോം സിവിൽ കോഡിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 44. 48 നല്ല ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. 48 48A 48 ഞാൻ കണ്ടിട്ടുണ്ട്. 48 പറയുന്നത് എന്തിനെ പറ്റിയെന്ന് വെച്ചാൽ 48 പറയുന്നത് ഓർഗനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് അനിമൽ ഹസ്ബൻഡറി. അഗ്രികൾച്ചർ നമ്മുടെ കൃഷിയെ പറ്റിയും അതുപോലെ നമ്മുടെ കന്നുകാലികളെ കൊല്ലുന്നില്ലേ അതിനെയൊക്കെ പറ്റി പറയുന്ന ഒരു ആർട്ടിക്കിളാണ് ഇത് നമ്മുടെ ആർട്ടിക്കിൾ 48. 48A ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ചോദ്യമാണ്. 48A നമ്മുടെ എൻവയോൺമെന്റിലാണ് കേട്ടോ. 48 പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ഇംപ്രൂവ്മെന്റ് ഓഫ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ എത്ര? 48A കേട്ടോ. ഈ 48ഉം 48Aയും കൃത്യമായി പഠിച്ചു വെക്കുക. എക്സാം പോയിന്റിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള 2 ആർട്ടിക്കിൾസ് ആണ് കേട്ടോ. 48ഉം 48Aയും കേട്ടോ. 48 പറയുന്നത് അഗ്രികൾച്ചർ ആൻഡ് അനിമൽ ഹസ്ബൻഡറി ആണെങ്കിൽ 48A പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റിന്റെ പ്രൊട്ടക്ഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് 48A. 48A കേട്ടോ. യൂണിഫോം സിവിൽ കോഡ് അതും വളരെ ഇമ്പോർട്ടന്റ് ആർട്ടിക്കിളാണ്. യൂണിഫോം സിവിൽ കോഡ് എത്രയാണ്? ആർട്ടിക്കിൾ 44 കേട്ടോ. അവരെ വില്ലേജ് ഫോർമേഷൻ ആണ്. ആർട്ടിക്കിൾ എത്രയാണ്? 40 ആണ് കേട്ടോ. നല്ല ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ആർട്ടിക്കിൾ ആണ് കേട്ടോ ഈ പറഞ്ഞ ആർട്ടിക്കിൾ. അതുകൊണ്ട് ഇതൊക്കെ കൃത്യമായി നിങ്ങൾ ഒരു തവണയെങ്കിലും എന്ത് എക്സാമിന് പോകുന്നതിന് മുമ്പ് നോക്കിയിട്ട് പോവുക. ഭാഗ്യം ഉണ്ടെങ്കിൽ ഇതിൽ നിന്നൊരു ആർട്ടിക്കിൾ എന്ത് കിട്ടും? ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലൂടെ പോയാലോ. അടുത്ത ചോദ്യം, which of the following article of Indian Constitution cannot be suspended even during an emergency declared on the grounds of war and external aggregation? സോ നമുക്കറിയാം, നമുക്ക് എമർജൻസീസ് വരുമ്പോൾ അല്ലെ അടിയന്തരാവസ്ഥ വരുന്ന സമയത്ത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് എല്ലാം എന്താവും? ക്യാൻസൽ ആവും അല്ലേ. പക്ഷെ 2 ആർട്ടിക്കിൾ മാത്രം ആ സമയത്ത് എന്താവത്തില്ല? സസ്പെൻഡ് ആവത്തില്ല. അത് ഏതൊക്കെ ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 20ഉം 21. ആർട്ടിക്കിൾ 20ഉം 21 എന്ന് പറയുന്ന ഈ 2 ആർട്ടിക്കിൾ എന്താവത്തില്ല? സസ്പെൻഡ് ആവത്തില്ല. ബാക്കി എല്ലാ ആർട്ടിക്കിളും എന്ത് ചെയ്യുന്നു? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർട്ടിക്കിൾസ് എല്ലാ ആ സമയത്ത് എന്ത് ചെയ്യുന്നു? സസ്പെൻഡ് ആവുന്നു. സസ്പെൻഡ് ആവാത്ത 2 ആർട്ടിക്കിളേ ഉള്ളൂ. ആർട്ടിക്കിൾ 20ഉം ആർട്ടിക്കിൾ 21. അത് അതേപടി പഠിച്ചു വെക്കട്ടോ. അതേപടി പഠിച്ചു വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫണ്ടമെന്റൽ റൈറ്റ്സ് അത് എമർജൻസി സമയത്ത് സസ്പെൻഡ് ആവാത്ത 2 ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 20ഉം അതുപോലെ ആർട്ടിക്കിൾ 21. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ചോദ്യത്തിലൂടെ പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്, വിച്ച് ആർട്ടിക്കിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് സിറ്റിസൺഷിപ്പ്? യെസ്, നമ്മുടെ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ 2ാമത്തെ പാർട്ടാണല്ലേ. സോ അത് ആർട്ടിക്കിൾ ഏതൊട്ട് ഏതുവരെയാണ്? 5 മുതൽ 11 വരെ. സിമ്പിൾ ചോദ്യം അല്ലെ, സിമ്പിൾ ചോദ്യമാണ്, വെറും സിമ്പിൾ ചോദ്യമാണ്. സിറ്റിസൺഷിപ്പിന്റെ ആർട്ടിക്കിൾ അല്ലേ, സിറ്റിസൺഷിപ്പിന്റെ ആർട്ടിക്കിൾ പറഞ്ഞ എവിടെയാണ്? 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് എന്തിനെ പറ്റി പറയുന്നത്? സിറ്റിസൺഷിപ്പിന്റെ ആർട്ടിക്കിളിനെ പറ്റി പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. നമ്മുടെ അടുത്ത ചോദ്യം, വിച്ച് ആർട്ടിക്കിൾ പ്രൊവൈഡ് ദാറ്റ് all minority have the right to establish and administer education institution to their choice അല്ലേ. ഏത് ആർട്ടിക്കിൾ? അപ്പൊ ഇത് ഫണ്ടമെന്റൽ റൈറ്റ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ ആണല്ലേ. കാരണം ഈ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദെയർ ചോയ്സ്, മൈനോറിറ്റീസിന്റെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയൊക്കെ പറയുന്ന ആർട്ടിക്കിൾ ഏതാടാ? അത് ആർട്ടിക്കിൾ 30 ആണ് അല്ലേ. നമ്മുടെ ഇത് ശരിക്കും ആർട്ടിക്കിൾ ഏതോട്ട് 29ഉം 30ഉമാണ് അതിനെപ്പറ്റി പറഞ്ഞത് അല്ലേ. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സിനെ പറ്റി പറഞ്ഞ ആർട്ടിക്കിൾ ഏതാടാ? അല്ലെ, ഫണ്ടമെന്റൽ റൈറ്റ്സിൽ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 29ഉം 30ഉമാണ്. അതിൽ 29 പറഞ്ഞത് എന്താണ്? 29 പറഞ്ഞത് എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റി അല്ലെ, മൈനോറിറ്റിയുടെ ഇൻട്രസ്റ്റിന്റെ പ്രൊട്ടക്ഷനെ പറ്റി പറഞ്ഞ ആർട്ടിക്കിളാണ് 29. അതിൽ എഡ്യൂക്കേഷനെ പറ്റി പറയുന്നില്ല. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി പറഞ്ഞ ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 30ആണ്. സോ ആൻസർ ഓപ്ഷൻ ഡി. ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഫണ്ടമെന്റൽ നിങ്ങൾ ഏത് ആർട്ടിക്കിൾ പഠിച്ചിട്ട് പോയില്ലെങ്കിലും കുഴപ്പമില്ല, എക്സാമിന് പോകുമ്പോൾ മിനിമം നിങ്ങൾ പഠിച്ചിട്ട് പോകണം ഫണ്ടമെന്റൽ റൈറ്റ്സിലെ ആർട്ടിക്കിൾസ് ഏതൊട്ട്? ആർട്ടിക്കിൾ 13 മുതൽ 32 വരെയുള്ള ആർട്ടിക്കിൾ കൃത്യമായി പഠിച്ചിട്ട് പോകണം കേട്ടോ. ശരിക്കും നമുക്ക് 12 മുതൽ 32 വരെയാണ് ഇത് ഫണ്ടമെന്റൽ റൈറ്റിന്റെ ആർട്ടിക്കിൾ പറഞ്ഞത്. പക്ഷെ
മിനിമം 13 മുതൽ 32 ഒരു ആർട്ടിക്കിൾ എന്താണെന്ന് കൃത്യമായി എന്ത് ചെയ്യുക, എക്സാമിന് പോണതിന് മുമ്പ് പഠിച്ചിട്ട് പോകുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒക്കെ ശരിക്കും പഠിച്ചിട്ട് പോയി സിമ്പിളായിട്ട് ചെയ്യാം. കാരണം ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് ചോദിച്ചത് നമ്മൾ പ്രതീക്ഷിച്ച സ്ഥലത്ത് നിന്ന് ചോദിച്ചൊരു ആർട്ടിക്കിളാണ്. സോ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം 2 ആർട്ടിക്കിളാണ് ഈ അത് എഡ്യൂക്കേഷനെ പറ്റി പറയണത്. കൾച്ചറും എഡ്യൂക്കേഷനെ പറ്റി പറഞ്ഞത് 29, 30. അതിൽ 29 പറയണത് മൈനോറിറ്റി ഇൻട്രസ്റ്റിനെ പറ്റിയും 30 എഡ്യൂക്കേഷനെ പറ്റി പറഞ്ഞത്. സോ ആർട്ടിക്കിൾ എത്രയാണ്? 30. സിമ്പിൾ ചോദ്യം അല്ലേ. ആർട്ടിക്കിൾ 24 എന്തിനെ പറ്റിയാണ് പറയണത്? അത് സ്ഥിരമായി ചോദിക്കുമല്ലേ, നമ്മുടെ ബാലവേലയൊക്കെ പറ്റി അല്ലേ. നമ്മുടെ ആർട്ടിക്കിൾ 24 അല്ലേ, പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ അല്ലെ, ബാലവേല, നമ്മുടെ ബാലവേലയെ പറ്റി പറയുന്നത് അല്ലേ. ബാലവേലയെ പറ്റി പറഞ്ഞ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24 എന്ന് പറയുന്നത് കേട്ടോ. സോ അത് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ആർട്ടിക്കിൾ 24. അതുപോലെ 26 ആണെങ്കിലോ ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ് അല്ലേ, മതപരമായ വിഷയമായി അല്ലേ. 26 എന്താണ്? മതപരമായ വിഷയവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ആണ് അല്ലേ. സോ ഫ്രീഡം ഓഫ് റിലീജിയസ് അഫയേഴ്സ് അല്ലെ, മാനേജ് റിലീജിയസ് അഫയേഴ്സ് ആർട്ടിക്കിൾ 26. 32 നമ്മുടെ എന്താണ്? റിട്ടിനെയൊക്കെ പറ്റി പറഞ്ഞ ആർട്ടിക്കിൾ ആണ് അല്ലേ. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അല്ലെ, നമ്മൾ റിട്ടിനെയൊക്കെ പറ്റി പറയുന്നത് അല്ലേ, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിനെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ഇത് 32. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെ റിട്ട് അല്ലെ 5 റിട്ടിനെ പറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പൊളിറ്റി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ 5 റിട്ടുകളെ പറ്റി. സോ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ച് വെക്കുക. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്, സെയിം ക്വസ്റ്റ്യൻ അല്ലേ. വിച്ച് സെറ്റ് ഓഫ് ആർട്ടിക്കിൾ ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ നോൺ ആസ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ? ഇത് ഇപ്പൊ പറഞ്ഞത് ഏതാടാ? 29, 30 അല്ലേ. ആർട്ടിക്കിൾ 29 കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷനെ പറ്റി പറയുന്ന എന്താണ്? ഫണ്ടമെന്റൽ. അല്ലേ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് അടിച്ചതിന് കിട്ടും. അത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു മേഖലയാണ് അല്ലേ. ഈ 19, 22 ഈ 19, 20 ഒക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ട? 19, 20 ഒക്കെ റൈറ്റ് ടു ഫ്രീഡം ആണ് അല്ലേ. റൈറ്റ് ടു ഫ്രീഡം ഇവിടെ തൊട്ട് എവിടം വരെയാണ്? 19 മുതൽ 22 വരെ. 19 മുതൽ 22 വരെയുള്ള ആർട്ടിക്കിളാണ് എന്തിനാ പറയണത്? റൈറ്റ് ടു ഫ്രീഡം. ഞാൻ ഇത് കഴിഞ്ഞ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്ത സാധനമാണ് അല്ലേ. 19 മുതൽ 22 വരെ ഏത്? റൈറ്റ് ടു ഫ്രീഡം. 29, 30 കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് അല്ലേ. 14, 15 ശരിക്കും 14, 15 അല്ല, 14 മുതൽ എവിടം വരെയാ? 14 മുതൽ 18 വരെയാണ് അല്ലേ. റൈറ്റ് ടു ഇക്വാലിറ്റി അല്ലേ. ഇക്വാലിറ്റിയെ പറ്റി പറയുന്ന ആർട്ടിക്കിള് 14 മുതൽ 18. ഒരു കോഡൊക്കെ അന്ന് ഞാൻ പഠിച്ചു തന്നല്ലേ ഈ 14, 18 പഠിക്കാൻ. LD ഔട്ട് അല്ലേ, സ്ഥിരമായി ചോദിക്കും. LD ഔട്ട് എന്താടാ? 14, 15, 16, 17, 18. L4 എന്താ? ലോ അല്ലേ. ലോ അല്ലേ, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യർ. D എന്താ? ഡിസ്ക്രിമിനേഷൻ. D4 എന്താ? ഡിസ്ക്രിമിനേഷൻ. O ഫോർ എന്താ? ഓപ്പർച്യൂണിറ്റി. എന്താണ്? ഓപ്പർച്യൂണിറ്റി അല്ലേ. U അൺടച്ചബിലിറ്റി. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചതാണല്ലേ, അൺടച്ചബിലിറ്റി. T ഫോർ ടൈറ്റിൽസ് അല്ലേ. ഞാൻ LD ഔട്ട് ഈ കോഡ് അങ്ങനെ പഠിച്ചു വെക്കുക. LD ഔട്ട് എന്ന് പറഞ്ഞാൽ L4 ലോ, D4 ഡിസ്ക്രിമിനേഷൻ, O4 ഓപ്പർച്യൂണിറ്റി, U4 അൺടച്ചബിലിറ്റി, T4 ടൈറ്റിൽസ്. LD ഔട്ട് 14, 15, 16, 17, 18 കൃത്യമായി എന്ത് ചെയ്യുക, ഈ ആർട്ടിക്കിൾ പഠിച്ചു വെക്കുക. എക്സാം പോയിന്റ് ഓഫ് നിങ്ങൾക്ക് എന്ത് കിട്ടും? ക്വസ്റ്റ്യൻ കിട്ടുന്നതാണ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർട്ടിക്കിൾസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ക്യാൻ സുപ്രീം കോടതി റിവ്യൂ ഇറ്റ്സ് ഓൺ ജഡ്ജ്മെന്റ് ഓർ ഓർഡർ? സോ ഇതേ പാഠ്യങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. സുപ്രീം കോടതിയുടെ ഏത് ആർട്ടിക്കിളാണ് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റിനെ റിവ്യൂ ചെയ്യുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്? സോ അത് നമ്മുടെ ആർട്ടിക്കിൾ ഏതാണ്? 147. ഓക്കെ, 140. അതായത് ഇതേ പാടി ഞാൻ ഇങ്ങനെ ചില ക്വസ്റ്റ്യൻ 140 137 അതിനെ പറ്റി പറഞ്ഞത്. 137 ചില ക്വസ്റ്റ്യൻ നമുക്ക് ഇതുപോലെ തിരിഞ്ഞൊക്കെ എന്ത് ചെയ്യും കിട്ടും. അത് ഞാൻ പറയില്ലേ, അത് നമ്മൾ അതേപാടി എന്ത് ചെയ്യുക, ട്രിക്ക് ഇല്ലാത്ത സാധനം ക്വസ്റ്റ്യൻസ് ഒക്കെ അതേപാടി പഠിച്ചു വയ്ക്കുക. സോ സുപ്രീം കോടതിയിൽ എന്താണ്? ജഡ്ജ്മെന്റിനെ തന്നെ റിവ്യൂ ചെയ്യും. നമ്മൾ ഇതിനെ പറയും ജുഡീഷ്യൽ റിവ്യൂ എന്നാണ് പറയുന്നത് കേട്ടോ. ചിലപ്പോൾ അങ്ങനെയും ചോദിക്കും. സുപ്രീം കോടതിയുടെ ജുഡീഷ്യൽ റിവ്യൂവിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ എത്ര? ആർട്ടിക്കിൾ 137. കേട്ടാ. എന്ന് പറഞ്ഞാൽ സ്വയം റിവ്യൂ ചെയ്യുന്ന, ജഡ്ജ്മെന്റിനെ സ്വയം റിവ്യൂ ചെയ്യുന്ന ആർട്ടിക്കിളാണ് എത്ര? ആർട്ടിക്കിൾ 137 എന്ന് പറയണം. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, സപ്പോസ് എ മൈൻ വർക്ക് ആസ്ക് ഹിസ് സൺ aged 9 to help him to work instead of going to school. Which article of the constitution will be violated? Yes, same. ഏതാടാ? ബാലവേല അല്ലെ. ആർട്ടിക്കിൾ എത്രടാ? ബാലവേല 24 അല്ലേ. ആർട്ടിക്കിൾ 24 ഫണ്ടമെന്റൽ റൈറ്റ്. ഞാൻ പറഞ്ഞേ വീണ്ടും ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്നുള്ള ആർട്ടിക്കിൾ തന്നെയാണ് ബാലവേല. ആർട്ടിക്കിൾ എത്രടാ? 24.
4 അല്ലേ? ഞാൻ പറയാം സെയിം. ഞാൻ പറയാം നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ് കൃത്യമായി പഠിച്ചിട്ട് പോയാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിൽ പോയാലോ. Which set of article in the constitution state that India is a union of state? ഫസ്റ്റ് ആർട്ടിക്കിൾ അല്ലേ, നമ്മുടെ ഒന്നാമത്തെ ആർട്ടിക്കിൾ ആണ് അല്ലേ? ഫസ്റ്റ് ആർട്ടിക്കിൾ ആണ് എത്ര? നമ്മുടെ ആർട്ടിക്കിൾ അല്ലേ, ഇന്ത്യ ഈസ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ് അല്ലേ? ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു അല്ലേ? ഈ ഫസ്റ്റ് ആർട്ടിക്കിൾ പറയുമ്പോൾ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ എത്ര ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു? ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കേട്ടാ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ എത്ര ആർട്ടിക്കിൾസ് ആണ് ഉണ്ടായിരുന്നത്? എത്രടാ? 395 ആർട്ടിക്കിൾ ആയിരുന്നു കേട്ടോ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു? 395 ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പം നിലവിൽ എത്ര ആർട്ടിക്കിൾ ഉണ്ട്? ഇന്നിപ്പം 448 ആർട്ടിക്കിൾസ് ഉണ്ട് അല്ലേ? നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ആർട്ടിക്കിൾ ഉണ്ട്? 448 ആർട്ടിക്കിൾസ് ഉണ്ട്. അതിൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നുള്ളൂ? 395 ആർട്ടിക്കിൾസ് ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ, സോ അതിൽ ആർട്ടിക്കിൾ 1 നമ്മുടെ ഫസ്റ്റ് ആർട്ടിക്കിൾ പറയുന്നത് എന്താ? ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം പോയാലോ. അടുത്ത ചോദ്യം, ആർട്ടിക്കിൾ 76 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് 76 നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കേടാ. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ അല്ലേ? നമ്മൾ പഠിച്ചതാണല്ലേ അറ്റോർണി ജനറൽ. അറ്റോർണി ജനറൽ ആർട്ടിക്കിൾ എത്രടാ? ആർട്ടിക്കിൾ 76 അല്ലേ? 76 ആണ് അറ്റോർണി ജനറലിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ. നമ്മൾ നേരത്തെ പഠിച്ചത്. അഡ്വക്കേറ്റ് ജനറൽ ആണ് നിങ്ങളുടെ പഠിക്കേണ്ടത്. അഡ്വക്കേറ്റ് 6 1 കുറയ്ക്കുക, 7 1 കുറയ്ക്കുക 1, 165. ആര്? അഡ്വക്കേറ്റ് ജനറലിന്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നു. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, ആർട്ടിക്കിൾ 22 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദി ഫോളോയിങ്? ആർട്ടിക്കിൾ 22 ഇത് ശരിക്കും നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് ചോദിച്ചൊരു ആർട്ടിക്കിൾ ആണല്ലേ? ആർട്ടിക്കിൾ 22. ആർട്ടിക്കിൾ 22 ആടാ. ഇതിലിപ്പം റൈറ്റ് ടു എഡ്യൂക്കേഷൻ അത് ഏത് ആർട്ടിക്കിളാ? സ്ഥിരമായി ചോദിക്കും കേട്ടോ, ഈ ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ 21A കേട്ടോ. ഫണ്ടമെന്റൽ റൈറ്റിൽ ഏത് റൈറ്റ് ആണ്? എഡ്യൂക്കേഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 21A. സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. 21A കൃത്യമായി പഠിച്ചു വെച്ചോ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ. അതുപോലെ റൈറ്റ് ടു പേഴ്സണൽ ലിബർട്ടി അല്ലേ? നമ്മുടെ റൈറ്റ് ടു പേഴ്സണൽ ലിബർട്ടിയും പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫും ഒരേ ആർട്ടിക്കിൾ ആണല്ലേ? ഒരേ ആർട്ടിക്കിളെ പറ്റി പറയുന്നത് ഏത്? റൈറ്റ് ടു പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്നത് ഏതാടാ? ആർട്ടിക്കിൾ 21 അല്ലേ? 21 ആണ് അത് പറയുന്നത്. സോ ആർട്ടിക്കിൾ 22 പറയുന്നത് എന്താണ്? പ്രിവെന്റീവ് ഡിറ്റൻഷൻ അല്ലേ? നമ്മുടെ ഈ കരുതൽ തടവെന്ന് പറയും അല്ലേ? കരുതൽ തടങ്കൽ അല്ലേ? തടങ്കലിൽ വെക്കുമെന്ന് പറയില്ലേ? കരുതൽ തടങ്കലിൽ വെക്കാറില്ലേ നമ്മൾ അറസ്റ്റ് ചെയ്ത്? അതാണ് ഇത് പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത്. അത് ആർട്ടിക്കിൾ 22 ആണ് കേട്ടോ. നമ്മുടെ കരുതൽ തടങ്കൽ ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കരുതൽ തടങ്കലിൽ വെക്കുന്നത്? അതാണ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ എത്രയാണ്? 22. വീണ്ടും നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് ചോദിച്ചുള്ള ഒരു ആർട്ടിക്കിൾ ആണല്ലേ ആർട്ടിക്കിൾ 22. അപ്പൊ 21 എന്താ പറയുന്നത്? 21 റൈറ്റ് ടു പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ഇതിനെപ്പറ്റി പറഞ്ഞ ആർട്ടിക്കിൾ ആണ് എത്ര? ആർട്ടിക്കിൾ 21 അല്ലെ? ജീവനും സ്വത്തിനും വേണ്ടിയുള്ള റൈറ്റിനുള്ള ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 21 അല്ലെ? 21A പറയുന്നത് എന്താണ്? 21A പറയുന്നത് നമ്മുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ അല്ലെ? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ് ആർട്ടിക്കിൾ ഏത്? 21. 22 പറയുന്നത് എന്താണ്? പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ കേട്ടോ. പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് അല്ലെ? അറസ്റ്റ് ചെയ്ത് കരിങ്കൽ തടവിൽ അതിന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 22 എന്ന് പറഞ്ഞത്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിൽ പോയല്ലോ. ആർട്ടിക്കിൾ റിലേറ്റഡ് ടു നമ്മൾ ഈ ആർട്ടിക്കിൾ ക്വസ്റ്റ്യൻ ചെയ്തതാണല്ലേ? ആർട്ടിക്കിൾ എത്രയാണ്? സിറ്റിസൺഷിപ്പിനെ പറഞ്ഞ ആർട്ടിക്കിൾ 5 മുതൽ 11 അല്ലെ? ആർട്ടിക്കിൾ 5 മുതൽ 11 ആണ് സിറ്റിസൺഷിപ്പിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, which of the following is mentioned as article 39A of the Indian Constitution? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 31A എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതാണ് ഇത് സംഭവം? നമ്മുടെ DPSP ആണല്ലേ? വീണ്ടും DPSP എന്ന് ചോദിച്ചൊരു ആർട്ടിക്കിൾ ആണ്. ആർട്ടിക്കിൾ 39A പറയുന്നത് ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ് കേട്ടാ. ആർട്ടിക്കിൾ 39 കേട്ടോ എന്തിനെ പറ്റി പറയുന്നു? ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 39A എന്ന് പറയുന്നത് കേട്ടോ. സോ അത് അതേപടി പഠിച്ചു വെക്കുക. 39A എന്താണ്? ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ. 40 ഏതായിരുന്നു? 40 നമ്മൾ പഠിച്ചതാ. 40 എന്തായിരുന്നടാ? പഞ്ചായത്ത് ഫോർമേഷൻ ആയിരുന്നു അല്ലേ? 40 എന്തായിരുന്നു? പഞ്ചായത്ത് ഫോർമേഷൻ. 44 യൂണിഫോം സിവിൽ കോഡ് അല്ലേ? യൂണിഫോം സിവിൽ കോഡ് 44. 48 ആണെങ്കിലോ 48 നമ്മുടെ മറ്റെന്താണ്?
നമ്മുടെ അഗ്രികൾച്ചർ കൃഷിയെ പറ്റിയും പിന്നെ ഏതാ അനിമൽ ഹസ്ബൻഡറി അല്ലേ, നമ്മുടെ ഗോവധ നിരോധനം, ഇതൊക്കെയാണ് ഇതിൽ പറഞ്ഞല്ലേ ഈ അനിമൽ ഹസ്ബൻഡറി എന്ന് പറഞ്ഞാൽ അതൊക്കെയാണല്ലേ. പിന്നെ 48A പറഞ്ഞത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ അല്ലെ, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആണ് ഏത് 48A. DPSPയിലെ ആർട്ടിക്കിൾസ് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. DPSPയിലെ ആർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. സോ അതിൽ ആർട്ടിക്കിൾ 39A പറയുന്നത്, 39A പറയുന്നത് എന്തിനെ പറ്റിയാ, ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡിനെ പറ്റിയാണ്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു സെറ്റിൽ ഞാനൊരു 25 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്നത്. സോ നിങ്ങൾക്ക് ഈ സെറ്റ് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണും ഏതൊക്കെ മേഖലയിൽ നിന്നാണ് നമുക്ക് ആർട്ടിക്കിൾസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന്. നിങ്ങൾ മെയിനായി നിങ്ങൾ പഠിക്കേണ്ട ഒരു ഭാഗമാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്, അതുപോലെ തന്നെ DPSP ഡയറക്റ്റീവ് സ്റ്റേറ്റ് പ്രിൻസിപ്പിൾസ്, ഈ സാധനങ്ങൾ കൃത്യമായി പഠിക്കുക. പിന്നെ നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഇപ്പോൾ നമുക്കറിയാം ഫണ്ടമെന്റൽ ഡ്യൂട്ടിയുടെ ആർട്ടിക്കിൾ ഏതാണ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ കഴിഞ്ഞ പൊളിറ്റിയിൽ നമ്മൾ ചെയ്തതാണല്ലേ, 51A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന്റെ ആർട്ടിക്കിൾസ് ഒക്കെ വരണം. അതിലൊരു 11 ഡ്യൂട്ടീസ് ഉണ്ട്. ആ 11 ഡ്യൂട്ടീസും കൃത്യമായി എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക കേട്ടോ. സോ ഈ 3 സാധനം ആർട്ടിക്കിൾസ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതുപോലെ ഡ്യൂട്ടി, അതുപോലെ DPSP, ഈ സാധനം കൃത്യമായിട്ട് പഠിച്ചു. പിന്നെ നമ്മൾ അങ്ങോട്ട് നമ്മൾ കണ്ട സാധനങ്ങൾ പ്രസിഡന്റ്, ഗവർണർ, പ്രൈം മിനിസ്റ്റർ, അവരെല്ലാവരും. സോ അതിൻ്റെയൊക്കെ മാക്സിമം ഞാൻ ഈ ഒരു വീഡിയോയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ കണ്ടിട്ട് പോവുക. നിങ്ങൾക്ക് ലെക്ക് ഉണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതേപാടി എക്സാമിന് എന്ത് ചെയ്യും, ചോദിക്കും. ഓക്കെ, സോ നാളെ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും എൻ്റെ എന്താണ്, ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് എന്ത് ചെയ്യുക, എക്സാം എഴുതുക. വരുന്ന ദിവസങ്ങളിലുള്ളവരും GK ഒക്കെ കൃത്യമായി എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചിട്ട് നോക്കിയിട്ട് നമ്മൾ പ്രീവിയസ് കണ്ട തന്നെ ഒരു 7-8 സെറ്റായി ഇപ്പം തന്നെ, അതെല്ലാം കണ്ടിട്ട് പോവുക. അതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, എക്സാമിന് കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.